എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ നമ്മുടെ കേരള സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു, യു ടേൺ എടുത്തിരിക്കുന്നു. അതൊരു നിലപാട് മാറ്റമല്ല എന്നും യു ടേൺ അല്ല എന്നും സർക്കാർ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് എടുത്തിരിക്കുന്നത് എന്നുമൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തു നിന്നുള്ള ചില ആൾക്കാരും അതേ താല്പര്യമുള്ള ചില മാധ്യമ പ്രവർത്തകരുമൊക്കെ തന്നെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് മുമ്പ് വി എസ് സർക്കാരിൻ്റെ കാലത്ത് എന്ത് തരത്തിലുള്ള നിലപാടായിരുന്നോ അന്ന് LDF ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്, അതിനെ ഉമ്മൻചാണ്ടി സർക്കാർ പിന്നീട് തിരുത്തി. എന്നാൽ അതിനെ വീണ്ടും തിരുത്തിക്കൊണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വി എസ് സർക്കാരിൻ്റെ അതേ അഫിഡവിറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോയിരുന്നു. ആ സമയത്ത് വളരെ അഗ്രസീവായിട്ട് യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കണം എന്നുള്ള താല്പര്യമാണ് സംസ്ഥാന സർക്കാർ പ്രകടിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ യുവതീ പ്രവേശത്തിന് വേണ്ടി അതിശക്തമായി വാദിച്ച പിണറായി വിജയൻ സർക്കാർ അഥവാ LDF സർക്കാർ അഥവാ CPM സർക്കാർ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ. കാരണം അതങ്ങനെ അല്ല എന്ന് പറയുന്ന നിരവധി വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം. ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 സുപ്രീം കോടതിയിൽ എന്തൊക്കെയാണ് കേരള സർക്കാർ പറഞ്ഞിരുന്നത് എന്നതിനെക്കുറിച്ചാണ്. 2018 യുവതീ പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ വളരെ കൃത്യമായിട്ട് കേരള സർക്കാരിന് വേണ്ടി അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതേ കാര്യങ്ങൾ സ്ത്രീകൾക്കും ചെയ്യാനായിട്ട് അനുവാദമുണ്ടാകണം എന്നാണ്. എന്നുവെച്ചാൽ ആർട്ടിക്കിൾ 14 പറയുന്ന തുല്യത എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് സർക്കാർ അവിടെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയിൽ നിന്ന് ഒരു വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ് അഥവാ വിവേചനമാണ്. അതുകൊണ്ട് തന്നെ അത് തൊട്ടുകൂടായ്മ എന്നുള്ള അഥവാ അൺടച്ചബിലിറ്റി എന്നുള്ള ആർട്ടിക്കിൾ 17 പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബൃഹത്തായിട്ടുള്ള ഒരു നിർവചനത്തിൽ ഇതിനെ കൂടി ഉൾപ്പെടുത്തി പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം സംസ്ഥാന സർക്കാർ പറഞ്ഞത് ശബരിമലയിലെ അയ്യപ്പ ഭക്തർ ഒരു പ്രത്യേക റിലീജിയസ് ഡിനോമിനേഷനായിട്ട് മാറുന്നില്ല എന്നാണ്. അതായത് ആർട്ടിക്കിൾ 26 പ്രകാരം അങ്ങനെയുള്ള ഒരു അവകാശത്തിനും ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു തരത്തിലുള്ള അർഹതയുമില്ല എന്ന് പറഞ്ഞു. ഇനി ശബരിമലയിൽ ഒരു പ്രത്യേക പ്രായത്തിലുള്ള യുവതികൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയേ അല്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. അതായത് ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു മതത്തിൻ്റെ നിഷ്ഠകളനുസരിച്ച് അതിനെ പിന്തുടരുന്നതിനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിൽ ഉൾപ്പെടുന്ന ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഈ യുവതീ പ്രവേശ വിലക്ക് എന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞു. അപ്പോൾ വീണ്ടും നോക്കിയാൽ ആർട്ടിക്കിൾ 14 17 26 25 ഇതൊന്നും കൂടാതെ ആർട്ടിക്കിൾ 13 ഇൻവോക്ക് ചെയ്തു. കാരണം തുല്യതയുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട്, നമ്മൾ ഈ പറയുന്ന അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, ആർട്ടിക്കിൾ 15 പറയുന്ന ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഉള്ളതുകൊണ്ട് യുവതികൾക്ക് ശബരിമലയിലെ പ്രവേശന വിലക്ക് നിലനിൽക്കുന്നിടത്തോളം അത് അവരുടെ ഭരണഘടനാദത്തമായിട്ടുള്ള മൗലിക അവകാശങ്ങൾക്ക് വിഘാതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഏതൊരു നിയമവും ഏതൊരു പ്രാക്ടീസും കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് ആണ്, അത് ഭരണഘടനാ വിരുദ്ധതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 13 അവർ ഇൻവോക്ക് ചെയ്തു. അങ്ങനെ ചുരുങ്ങിയത് ഒരു അര ഡസൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ എല്ലാം എടുത്തു വെച്ചിട്ടാണ് ശബരിമലയിലെ യുവതീ പ്രവേശ വിലക്ക് എന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ യുവതീ പ്രവേശം അനുവദിക്കണം എന്നും ഇടതുപക്ഷ സർക്കാർ അന്ന് വാദിച്ചത്. ഇനി കേരള സർക്കാർ അന്ന് VSന്റെ കാലത്ത് കൊടുത്തിരുന്ന, പിണറായി വിജയൻ സർക്കാർ എൻഡോഴ്സ് ചെയ്യുന്ന, അന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. യുവതീ പ്രവേശത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സർക്കാർ അവിടെ സ്വീകരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഇത് വ്യക്തമാക്കും. അതിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് ഫെയർ ടു ഡിനൈ എ സെക്ഷൻ ഓഫ് വിമൻ ഫ്രം എൻറ്ററിങ് ശബരിമല ടെമ്പിൾ ആൻഡ് മേക്ക് വർഷിപ്പ്. അതായത് ഒരു വിഭാഗം സ്ത്രീകളെ, ആ വിഭാഗം എന്ന് പറയുന്നത് 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള എന്നുള്ളതാണ്. അപ്പോൾ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള യുവതികളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് ശരിയായ കാര്യമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. Those who are physically able to come to Shabarimala are to be permitted to visit the temple and make worship. ശബരിമലയിലേക്ക് എത്തുന്നതിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത സ്ത്രീകൾക്ക് അവിടെ എത്തുന്നതിനും അവിടെ ആരാധന നടത്തുന്നതിനും അവകാശമുണ്ടായിരിക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള പൊസിഷൻ വളരെ കൃത്യമായിട്ടാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു വാദം ഇവരാരും തന്നെ പറയുന്നില്ല. അതായത് നടന്നു പോകാൻ ആരോഗ്യമുള്ള, മല കയറാൻ ആരോഗ്യമുള്ള, ശാരീരിക ക്ഷമതയുള്ള സ്ത്രീകൾക്ക് ഈ പ്രായവ്യത്യാസം ഒന്നും തന്നെ നോക്കാതെ ശബരിമലയിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകണം എന്ന് ഇപ്പോൾ
പിണറായി വിജയൻ സർക്കാർ പറയുന്നില്ല. അതിനാണ് പച്ച മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്നും ഇംഗ്ലീഷിൽ ഹിപ്പോക്രസി, ഡ്യൂപ്ലിസിറ്റി, അതല്ല എങ്കിൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ യു ടേൺ എന്നും നമ്മൾ പറയുന്നത്. ഇനി മറ്റൊന്ന്, ശബരിമലയിൽ യുവതീ പ്രവേശ വിലക്കുള്ളത് ഒരു പൊതു താല്പര്യത്തിലുള്ള വിഷയമാണോ അതോ അത് മതവുമായി ബന്ധപ്പെട്ട മതത്തിൻ്റെതായിട്ടുള്ള ആൾക്കാർ മാത്രം തീരുമാനിക്കേണ്ടുന്ന ഒരു വിഷയമാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അവിടെയും ഇടതുപക്ഷ സർക്കാർ പറഞ്ഞിരുന്നത് ഇത് പൊതു താല്പര്യത്തിലുള്ള ഒരു വിഷയമാണ് അവിടുത്തെ യുവതീ പ്രവേശ വിലക്ക് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബൈ ഇമ്പോസിംഗ് ദ ഡിനയൽ ഓഫ് വിമൻ ഓഫ് എ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഇറ്റ് ഷോർലി അഫക്ട്സ് പബ്ലിക് റൈറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മാറ്റർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശന വിലക്കുള്ളതുകൊണ്ട് അതിൽ അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവകാശത്തിൻ്റെ ലംഘനമായിട്ട് അത് മാറുന്നുണ്ട്, അതിനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊതു താല്പര്യത്തിലുള്ള ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ഇന്ന് ഇങ്ങനെയുള്ള ഒരു വാദം പിണറായി സർക്കാരിനില്ല. അത് പേടിച്ചിട്ടാണോ, 4 വോട്ടിന് വേണ്ടിയിട്ടാണോ, നിങ്ങൾ നിങ്ങളുടെ ആദർശങ്ങളെ തള്ളിപ്പറയുകയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും ഇതിനും നമ്മുടെ സാധാരണ സംസാര ഭാഷയിൽ പറയുന്നത് യു ടേൺ എന്ന് തന്നെയാണ്. ഇനി അടുത്തത്, ഇങ്ങനെ ആചാരപ്രകാരമുള്ള വിലക്കിനെ മറികടന്നുകൊണ്ട് ആരെങ്കിലും അവിടെ വന്നാൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അനുവദിക്കാമോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. The government is of the opinion that nobody professing Hindu religious rites and believes in God and temple worship can be prevented from entering to the temple of Shabarimala and make worship irrespective of age. അതായത് നിങ്ങൾ ഈശ്വരവിശ്വാസിയാണ് എങ്കിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഗ്രഹാരാധന അല്ലെങ്കിൽ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് വിശ്വാസമുള്ളയാളാണ് എങ്കിൽ, നിങ്ങൾ ഹിന്ദു മതപരമായിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരുന്നയാളാണ് എങ്കിൽ, ശബരിമലയിൽ ഈ പ്രായപരിധിയിലുള്ള വിലക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് ആൾക്കാർ വരികയാണെങ്കിൽ അവരെ തടയാനായിട്ട് സാധ്യമല്ല, അതിനാർക്കും അവകാശമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷ സർക്കാർ പറയുന്നു. പക്ഷെ ഇപ്പോൾ ഈ കാര്യത്തിലും സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ നടത്തിയിരിക്കുന്നതിന് യു ടേൺ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഒരു വാദം ഇപ്പോൾ സർക്കാരിനില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശബരിമലയിലെ ആചാരം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും, അതായത് പുരുഷനും സ്ത്രീക്കും ഒക്കെ അവിടെ പോകാനായിട്ട് സാധിക്കും. പക്ഷേ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾക്ക് മാത്രം അവിടേക്ക് പ്രവേശന വിലക്കുണ്ട്. ഇതാണ് അവിടുത്തെ ആചാരം. എന്നാൽ ഈ ആചാരത്തിനെ മൊത്തത്തിലങ്ങ് മാറ്റിയതിന് ശേഷം പുതിയ ചില ആചാരങ്ങൾ അവിടേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രപ്പോസൽ കൂടി അന്ന് ഇടതുപക്ഷ സർക്കാർ സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് മേ ബി എക്സ്പ്ലോർഡ് whether women may be given permission for darshan at the sanctum sanctorum during a special season and the period of penance may be reduced from the customary 41 days. അതായത് ശബരിമലയിൽ ദർശനത്തിനു വേണ്ടി യുവതികൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രത്യേക സീസണുകൾ അനുവദിക്കണം എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആചാരപരമായിട്ടുള്ള മതപരമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള അഭിപ്രായവും പറയേണ്ടതില്ലാത്ത ഒരു സെക്യുലർ ഗവൺമെൻറ്, പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാത്ത, ഇടതുപക്ഷ മൂല്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ശ്രമിച്ചത് ഹിന്ദുക്കളുടെ കസ്റ്റമറി ആയിട്ടുള്ള ചില ആചാര മര്യാദകളെ പൂർണ്ണമായും തകർക്കുന്നതിനാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് എല്ലാ ആചാരങ്ങളെയും മാറ്റിമറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിൽ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് നൽകുക, ആ സമയത്ത് അവർക്ക് ശ്രീകോവിലിൽ ദർശനം നടത്താനായിട്ടുള്ള അനുമതി നൽകുക, തന്നെയുമല്ല 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ആചാരമര്യാദകൾ, ക്ഷേത്രം എപ്പോഴൊക്കെയാണ് തുറന്നിരിക്കുക, ക്ഷേത്രത്തിൽ ആർക്കൊക്കെയാണ് പ്രവേശനമുള്ളത്, അതിൻ്റെ ചിട്ടപ്രകാരമുള്ള വ്രതം എത്ര നാളാണ് നോക്കേണ്ടത്, ഈ കാര്യങ്ങളെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ആചാരമര്യാദകളെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഒരു ഇടതുപക്ഷ സർക്കാർ, ഇതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത സെക്കുലർ എന്ന് പറയുന്ന ഒരു സർക്കാർ സുപ്രീം കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചത് എന്നുള്ളത് നോക്കുക. ഈ അഭിപ്രായവും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ വിഴുങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു താല്പര്യവും ഒരു തരത്തിലുള്ള അഭിപ്രായവും നിലവിൽ അവർക്കില്ല. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അന്ന്. ഇറ്റ് മേ ഓൾസോ ബി ഇൻസിസ്റ്റഡ് ദാറ്റ് ഡ്യൂറിംഗ് ദിസ് സീസൺ വിമൻ മേ മാനേജ് ദ വർഷിപ്പ് എക്സെപ്റ്റ് തന്ത്രി, ദ പ്രീസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ്. അതായത് ശബരിമലയിലെ തന്ത്രി, അവിടെയുള്ള പൂജാരിമാർ, അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫ്, ഇവരൊഴികെ അവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള സ്ത്രീകൾക്കായിട്ടുള്ള സീസണിൽ സ്ത്രീകൾ തന്നെ മാനേജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആചാരപരമായ കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിന് ഒരു അഭിപ്രായവും പറയേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ, കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒട്ടോണമസ് സംവിധാനമാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. അവിടെ പോലും വന്ന് അനാവശ്യമായിട്ടുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച സത്യവാങ്മൂലമായിരുന്നു നേരത്തെ VS സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നതും പിണറായി വിജയൻ സർക്കാർ പിന്നീട് എൻഡോഴ്സ് ചെയ്തതും. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിനെക്കുറിച്ചും കമാന്ന് ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഇതിനും പറയുന്നത് ഹിപ്പോക്രസി, ഇരട്ടത്താപ്പ്, യു ടേൺ എന്ന് തന്നെയാണ്. ഇനി വളരെ വ്യക്തമായിട്ട് ഇത്രയും കൊണ്ട് ആർക്കും മനസ്സിലായിട്ടില്ല എങ്കിൽ
ഭരണഘടനാപരമായിട്ടുള്ള സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനമാണ് ശബരിമലയിലെ ആചാരം എന്ന് വളരെ കൃത്യമായിട്ട് അസന്നിഗ്ധമായിട്ട് അവർ പറയുന്നുണ്ട്. ഇങ്ങനെയാണ്: ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് ഈക്വൽ റിലീജിയസ് റൈറ്റ്സ് ടു ഓൾ ദോസ് ഹു പ്രാക്ടീസ് ആൻഡ് പ്രീച്ച് ദ സെയിം റിലിജിയൻ. ഒരേ മതം തന്നെ ശീലിക്കുകയും അതിനെ അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരേ തരത്തിലുള്ള തുല്യമായിട്ടുള്ള മതപരമായിട്ടുള്ള അവകാശങ്ങളാണ് ലഭിക്കുന്നത് നമ്മുടെ ഭരണഘടന പ്രകാരം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഹെൻസ് ഇറ്റ് വുഡ് ബി എ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഇഫ് വിമൻ ആർ ഡിനൈഡ് എൻട്രി ടു ശബരിമല. അതുകൊണ്ട് തന്നെ തുല്യതയ്ക്ക് അവർക്ക് അവകാശമുള്ളപ്പോൾ ആ തുല്യത അവർക്ക് നിഷേധിച്ച് അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിൻ്റെ വയലേഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശാസ്താവ് ഈസ് നോട്ട് ആൻ ആൻറ്റി വിമൻ ഡൈറ്റി. ശാസ്താവ് എന്നത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു വിശ്വാസമല്ല, ഒരു മൂർത്തിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ശാസ്താവ് സ്ത്രീവിരുദ്ധമാണെന്ന് ആരും പറഞ്ഞില്ല. ശാസ്താവിന് പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ ആചാര വിശ്വാസ പദ്ധതികളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ കാണുന്ന ശാസ്താ സങ്കല്പമോ അയ്യപ്പ സങ്കല്പമോ ആയിരിക്കണമെന്നില്ല മറ്റൊരു സ്ഥലത്തുള്ള ശാസ്താ സങ്കല്പത്തിനോ അയ്യപ്പ സങ്കല്പത്തിനോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ എല്ലാം തന്നെ ഒരൊറ്റ സ്കെയിൽ കൊണ്ടുവന്ന് അളന്ന് ഇതെല്ലാം തന്നെ ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് എന്ന രീതിയിലേക്ക് വെക്കാൻ പോയത് നിങ്ങൾ കാണിച്ച വങ്കത്തരം, മണ്ടത്തരം. എന്നാൽ അതെന്തോ ആധികാരികമാണ്, പരമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന രീതിയിലത്തേക്കാണ് നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ആ ആചാരത്തിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസാണ് എന്ന് പറഞ്ഞിട്ടും അതിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടേതായിട്ടുള്ള ഇടതുപക്ഷ ആശയങ്ങളെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടിയും ഒരാചാരത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതിനും അതിനെ ഓൾട്ടർ ചെയ്യുന്നതിനും വേണ്ടി ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത്. ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു വാദവും പിണറായി സർക്കാരിനില്ല. ഭയപ്പെട്ടിട്ടാണോ അതോ 4 വോട്ടിന് വേണ്ടിയിട്ട് ആദർശങ്ങളെ കുഴിച്ചു മൂടിയതാണോ എന്നുള്ളതിനെക്കുറിച്ച് അവർ തന്നെ വിശദീകരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു പ്രെയർ എന്ന രീതിയിലത്തേക്ക് സർക്കാർ സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ് only appeal before this honorable court to grant the same facility and the right of all the women of our country to enter Shabarimala, and they shall not be denied the right to pay their worship to Lord Ayyappa. അതുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കുന്നത് ഇത്ര മാത്രമാണ്: പുരുഷന്മാർക്ക് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിന്, അവിടെ പ്രാർത്ഥിക്കുന്നതിന് കിട്ടുന്ന അതേ അവകാശങ്ങൾ, അതേ സൗകര്യങ്ങൾ സ്ത്രീകൾക്കും നൽകണം. സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം. അവർക്ക് അയ്യപ്പനെ ആരാധിക്കുന്നതിനുള്ള അവകാശം ഇല്ലാതെയാക്കരുത് എന്നാണ്. എന്നുവെച്ചാൽ വളരെ കൃത്യമായിട്ട് ഈ അഫിഡവിറ്റിൽ പറയുന്നത് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നാണ്, പ്രായവ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ സ്ത്രീകളെയും. ഇപ്പോൾ ഈ നിലപാട് പിണറായി വിജയൻ സർക്കാരിനില്ല. നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് 4 വോട്ടിന് വേണ്ടി ആദർശങ്ങളെ തള്ളിപ്പറയില്ല എന്നാണ്. ഇപ്പോൾ ഈ ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 വോട്ടുകളെ മാത്രം പേടിച്ചുകൊണ്ട് അത് കിട്ടില്ല എന്നുള്ള ഭയത്താൽ ഇവരുടെ നിലപാട് തിരുത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്രത്തോളം യു ടേൺ, എത്രത്തോളം ഹിപ്പോക്രസി നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും? 2018-19 കാലഘട്ടത്തിൽ അവിടെ യുവതീ പ്രവേശമുണ്ടാകുന്നു. അതിനെ ശക്തമായിട്ട് വിശ്വാസികൾ എതിർക്കുന്നു. അതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങൾ എന്നിട്ട് അവിടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന് പറയുന്നു. മോശമായിട്ടുള്ള ചില പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് എത്രയോ ആൾക്കാർക്കെതിരെ നിങ്ങൾ ബലം പ്രയോഗിച്ചു, എത്രയോ ആൾക്കാർക്കെതിരെ കേസെടുത്തു. അതിലുള്ള എത്രയോ ആൾക്കാർക്ക് ഇപ്പോൾ വിദേശത്ത് പോകുന്നതിന് പോലും പോലീസ് ക്ലിയറൻസ് കിട്ടാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ആചാര വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ആ പക്ഷം വാദിച്ചിരുന്നപ്പോൾ അതൊന്നുമല്ല, നിങ്ങളിവിടെ തുല്യത നടപ്പാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ആ ആശയങ്ങളെ മുഴുവനും കുഴിച്ചു മൂടിയിട്ട് ഒരു വലിയ യു ടേൺ ആണ് എടുത്തിരിക്കുന്നത്. അതിനെ അതേ രീതിയിലത്തേക്ക് പറയാൻ നിങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം നിങ്ങളതിനെ പരത്തി പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുമില്ല, ഞങ്ങൾ ഇവിടെയുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് മാധ്യമങ്ങൾ വഴി സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ VS അച്യുതാനന്ദൻ കൊടുത്തിരുന്ന അഫിഡവിറ്റ്, ആ അഫിഡവിറ്റ് പിണറായി വിജയൻ സർക്കാർ എൻഡോഴ്സ് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇതിൽ പറയുന്ന ഒരൊറ്റ കാര്യവും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പുതുതായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു, നിങ്ങൾ അതിനെ വിഴുങ്ങിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് കാണിച്ചിരിക്കുന്നു, യു ടേൺ എടുത്തിരിക്കുന്നു. യു ടേൺ രാജ എന്നുള്ളതാണ് നിങ്ങൾക്ക് ചേരുന്ന ഏറ്റവും നല്ല പതക്കം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പ് ഇവിടെയുള്ള വിശ്വാസികൾ തിരിച്ചറിയട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രത്യാശിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സ്വാമി ശരണം. ജയ് ഹിന്ദ്.